ഹലോ നീറ്റ് ആസ്പിരൻസ്, നിങ്ങൾക്ക് ഈ വരുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിത്തൗട്ട് എനി ഫർദർ പ്രിപ്പറേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നീറ്റ് റിപ്പീറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് എങ്ങനെയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പൊ ഒരു നീറ്റ് റിപ്പീറ്റർ ആണെങ്കിൽ 3 സബ്ജക്റ്റുകൾ ഓൾറെഡി ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും: ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. പക്ഷെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഒരു അഡീഷണൽ മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ നീറ്റ് ലെവല് ബയോളജിയോ നീറ്റ് ലെവല് ഫിസിക്സോ പോരാ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ടുള്ള കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫിസിക്സിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ ബയോടെക്നോളജി പോലെയുള്ള ജെനറ്റിക്സ് പോലെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് ഹയർ ലെവല് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ വർഷത്തെ ഐസർ കൂടെ ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ഈ 3 സബ്ജക്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചത് റിവൈസ് ചെയ്യുക. അതിന്റെ കൂടെ മാത്സ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ സബ്ജക്റ്റിന്റെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളെങ്കിലും പഠിക്കാൻ നോക്കുക. എന്നിട്ട് ഈ 4 സബ്ജക്റ്റുകൾ കുറച്ചെങ്കിലും മാത്സ് മാനേജ് ചെയ്തതിന് ശേഷം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ലെവലുള്ള ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്ത് കോൺഫിഡൻസിൽ പോവുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതുപോലെ തന്നെ ഐസറിന്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.